ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +1 ഫിസിക്സിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ +1 ഫിസിക്സിൽ 2 ടെക്സ്റ്റുകളുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അല്ലെങ്കിൽ പാർട്ട് 1ലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാർട്ട് 1ൽ മൊത്തം 8 ചാപ്റ്ററുകളാണ് നമുക്കുള്ളത്. ആ 8 ചാപ്റ്ററിലെയും ഓരോ ചാപ്റ്ററിലും എത്ര മാർക്കിന് വീതമാണ് ചോദിക്കുന്നത്, എത്ര മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ളത് ഞാനിവിടെ നിന്ന് പറയാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പാർട്ട് 1ലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഫിസിക്കൽ വേൾഡ് ആണ്. ആ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 4 മാർക്കിൻ്റെ ചോദ്യം ആ ചാപ്റ്ററിലുണ്ട്. അതേപോലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. അതിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ആ ചാപ്റ്ററിൽ ചോദിക്കാം. അടുത്ത 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ, അതിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷനാണ്, 6 മാർക്കാണ്. അതേപോലെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അതേപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം. അതേപോലെ ലാസ്റ്റ് ചാപ്റ്റർ, പാർട്ട് 1ലെ ലാസ്റ്റ് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷനാണ്. അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മൊത്തം നമുക്ക് പറയാം പാർട്ട് 1ൽ നിന്നും ഏകദേശം 34 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ പാർട്ട് 1ലെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പാർട്ട് 1ലെ ആദ്യത്തെ ടെക്സ്റ്റ് ഏതാണ്? ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡാണ്. പാർട്ട് 1ലെ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ വേൾഡിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ സയൻസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ആ സയൻസ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് സയൻഷ്യ എന്ന് പറയുന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ടു നോ എന്നാണ്. അതേപോലെ ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് നേച്ചർ എന്നാണ്. അതേപോലെ നമ്മുടെ ഫിസിക്സിനെ നമ്മളവിടെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. അതിൽ ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാക്രോസ്കോപ്പിക് ഫിനോമിനയുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ക്ലാസിക്കൽ ഫിസിക്സ്. അതിനകത്ത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളെന്ന് ഓർത്തി വെച്ചിരിക്കുക. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളാണ് ഒന്ന് മെക്കാനിക്സ്, മറ്റൊന്ന് തെർമോഡൈനാമിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുപോലെ അറ്റോമിക് ഫിസിക്സും ന്യൂക്ലിയർ ഫിസിക്സും ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ മോഡേൺ ഫിസിക്സിലാണെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് ഫിനോമിനയുമായി ബന്ധപ്പെട്ടതാണ് മോഡേൺ ഫിസിക്സ്. അതിനകത്ത് വരുന്നതാണ് ന്യൂക്ലിയർ ഫിസിക്സും അറ്റോമിക് ഫിസിക്സും തുടങ്ങിയവയൊക്കെ. ഓക്കെ, അതൊരു ഇൻട്രൊഡക്ഷനാണ് ആ ചാപ്റ്ററിൻ്റെ. ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കേട്ടോ, അപ്പോൾ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഞാൻ FG നിൽക്കുകയാണ്. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് FE. അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് FW, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് FS. കേട്ടോ, അപ്പോൾ 4 ഫോഴ്സുകൾ അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ 4 ഫോഴ്സുകളുടെയും സ്ട്രെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് അറിഞ്ഞിരിക്കണം. ആ റേഷ്യോ ഇതാണ്. ദാറ്റ് ഇസ് FG ഈസ് ടു FW ഈസ് ടു FE ഈസ് ടു FS ഈക്വൽ ടു 1 ഈസ് ടു 10⁻25 ഈസ് ടു
10⁻36 കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണ്. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞു. നിങ്ങളെ പറയാം: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഈ 4 ഫോഴ്സുകളും റേഷ്യോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ കാണുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചോണം: നിങ്ങളൊരു പേപ്പറും ഒരു ബുക്കും പേനയും കയ്യിലുണ്ടായിരിക്കണം ഈ പറയുന്ന പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണെന്നുള്ളത്. നമ്മുടെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്: വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് അതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങസ്റ്റും വീക്കസ്റ്റും പലതവണയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിരിക്കണം. കൂടാതെ സ്ട്രെങ്ത് വെച്ച് നമുക്ക് ഈ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാൻ പറ്റും: FG ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും ചെറിയ ഫോഴ്സ്. അതിനേക്കാൾ സ്ട്രോങ്ങറാണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനേക്കാൾ സ്ട്രോങ്ങറാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങറാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കൂടാതെ ഈ 4 ഫോഴ്സിൻ്റെ ഫീച്ചറുകളൊന്ന് വായിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിട്ട് ശരിയായിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൂടാതെ പിക്ക് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ 4 ഫോഴ്സ് എന്നിട്ട് അതിൽ നിന്നും ഒറ്റയാനെ ഓഡ് വൺ ഔട്ടിനെ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. അതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മാർക്ക് ഞാൻ പറയും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്നും ചോദിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും. അതിന് 2 ടൈപ്പ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സുകളാണുള്ളത്. ഏതൊക്കെയാണത്? CGS, FPS, MKS, അതേപോലെ SI സിസ്റ്റം. പഠിക്കാൻ എളുപ്പമാണ് അതൊക്കെ. അതൊന്നും നമ്മൾ വിട്ടുകളയുന്ന ടോപ്പിക്കൊന്നും പറഞ്ഞില്ല, നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിനകത്ത് 4 സിസ്റ്റം ഓഫ് യൂണിറ്റിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ SI സിസ്റ്റമാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം SI സിസ്റ്റം എന്ന് പറയുന്നത് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റും 2 സപ്ലിമെൻ്ററി യൂണിറ്റും ചേരുന്നതാണ് നമ്മുടെ SI സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റും അതിൻ്റെ യൂണിറ്റുകൾ, അല്ലേ? എന്നുവെച്ചാൽ മാസിൻ്റെ യൂണിറ്റ്, ലെങ്ത്, ടൈം, അങ്ങനെ 7 എണ്ണം ഉണ്ട്. ഓക്കെ, അതിനകത്ത് ആ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് വന്നിരിക്കണം. ക്യാൻഡിലയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്, SI യൂണിറ്റ്. അതുപോലെ സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആംഗിൾസിൻ്റെ യൂണിറ്റുകളാണ്. ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള റേഡിയനും അതേപോലെ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെറേഡിയനും. ഇത് രണ്ടുമാണ് സപ്ലിമെൻ്ററി യൂണിറ്റുകളായിട്ട് വരുന്നത്. ഒന്ന് റേഡിയനും മറ്റൊന്ന് സ്റ്റെറേഡിയനും. അത് അറിഞ്ഞിരിക്കണം. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റുകളുടെ അഡ്വാൻറ്റേജ്, അതൊരു 4 പോയിന്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും. നമുക്കറിയാം ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് മൈക്രോമീറ്റർ, അല്ലേ? ഒരു മൈക്രോമീറ്റർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കും. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. അതേപോലെ ഒരു നാനോമീറ്റർ എത്രയാണ്? 10⁻⁻9 മീറ്റർ ആണ്. അതേപോലെ ഒരു ആംസ്ട്രോങ് 10⁻⁻10 മീറ്റർ ആണ്. അതേപോലെ 1 ഫെർമി മീറ്റർ 10⁻⁻15 മീറ്റർ ആണ്. ഇതൊക്കെ ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. ഇത് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. കാരണം കെമിസ്ട്രി പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇത് ആവശ്യമായിട്ടൊക്കെ വരും. കാരണം ലൈറ്റിൻ്റെ വേവ് ലെങ്തൊക്കെ നാനോമീറ്ററിലും ആംസ്ട്രിങ്ങിലും ഒക്കെ തരുമ്പോൾ അതിനെ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ കൺവേർഷൻസ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇതാണ് ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ. സാധാരണ ഉപയോഗിക്കുന്ന ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആംസ്ട്രിങ്, ഫെർമി മീറ്റർ.
ഇനി ലെങ്തിൻ്റെ തന്നെ വലിയ യൂണിറ്റുകളുണ്ട് അല്ലേ? നമുക്കറിയാം ഇപ്പോൾ കിലോമീറ്റർ ഒരു വലിയ യൂണിറ്റാണ്. പക്ഷേ നമ്മുടെ ഈ ആസ്ട്രോണമിയിലൊക്കെ നമ്മൾ കിലോമീറ്റർ അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം ഉപയോഗിക്കുന്ന വലിയ 3 യൂണിറ്റുകൾ ഞാനിവിടെ നിന്ന് എഴുതുവാണ്. ഒന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, മറ്റൊന്ന് ലൈറ്റ് ഇയർ, മറ്റൊന്ന് പാരലാക്റ്റിക് സെക്കൻഡ്. അതിന് നമ്മൾ ഷോർട്ടാക്കി പാർസെക് നമ്മൾ എഴുതി. അപ്പം ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. ഏറ്റവും ഇതിൽ 3-ലും ഉണ്ടോ ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് ചെറുത്, അതിനേക്കാൾ വലുതാണ് ലൈറ്റ് ഇയർ, അതിനേക്കാൾ വലുതാണ് പാരലാക്റ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്. എന്ന് വെച്ചാൽ ലെങ്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏതാണ്? പാർസെക് ആണ് എഴുതേണ്ടത്. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് പാർസെക് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം, അതിനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 × 10⁻11 മീറ്റർ ആണ്. അതേപോലെ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.4 × 10⁻15 മീറ്റർ ആണ്. ഓക്കെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 സെക്കൻഡ് ത്രൂ വാക്വം. പ്രകാശം വാക്വത്തിലൂടെ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ഡെഫിനിഷൻ എന്നിട്ട് അതിന് ഉത്തരം എഴുതാൻ ചോദിക്കാം. ഇനി ഒരു പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് 3.08 × 10⁻16 മീറ്റർ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കണം ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റും അതുപോലെ ലെങ്തിൻ്റെ വലിയ യൂണിറ്റും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെങ്ത് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതുന്ന ഒരു മെത്തേഡാണ് ഏതാണ്? പാരലാക്റ്റിക് മെത്തേഡ്. മനസ്സിലായി? ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ചോദിച്ചാൽ എഴുതേണ്ട ഒരു മെത്തേഡാണ് ഇത് പാരലാക്റ്റിക് മെത്തേഡ്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫിഗർ തന്നിട്ട് അതിൽ പാരലാക്റ്റിക് ആംഗിൾ മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിക്കുന്നത്. ഇതാണ് പാരലാക്റ്റിക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറിയേണ്ടത് മാസിൻ്റെ 2 യൂണിറ്റ് അറിയണം. മാസിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് അറ്റോമിക് മാസ് യൂണിറ്റ്. നമുക്കറിയാം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.66 × 10⁻27 കിലോഗ്രാമും. അതേപോലെ ലെങ്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മാസ്. ലെങ്തിൻ്റെ അല്ല, സോറി, ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ലിമിറ്റാണ്. ചന്ദ്രശേഖർ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1.4 ടൈംസ് ദ മാസ് ഓഫ് സൺ. കേട്ടോ, സണ്ണിൻ്റെ മാസിൻ്റെ 1.4 ടൈംസിനെയാണ് നമ്മൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റും ലെങ്തിൻ്റെ വലിയ യൂണിറ്റും പറഞ്ഞു. അതേപോലെ മാസിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് പറഞ്ഞു, മാസിൻ്റെ ഒരു വലിയ യൂണിറ്റ് പറഞ്ഞു. റെഡിയോ? ഇപ്പോൾ ഈ വർഷം നടന്ന ടെർമിനൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ എനർജിയുടെ ഒരു യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എനർജിയുടെ ഒരു യൂണിറ്റാണ് ഏത്? കിലോ വാട്ട് അവർ. ചില കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ കിലോ വാട്ട് അവർ ആണ് കേട്ടോ. SI യൂണിറ്റ് ഓഫ് എനർജി ജൂൾ. ഇനി ഇവിടെ അറിയണം 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളാണ് കേട്ടോ. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളാണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് എനർജിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ്സ് ഓഫ് എനർജി, എനർജിയുടെ യൂണിറ്റ് ഒരെണ്ണം പറഞ്ഞു കിലോ വാട്ട് അവർ, SI യൂണിറ്റ് ജൂള്. അതർ യൂണിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് കിലോ വാട്ട് അവർ. കൊമേഴ്സ്യൽ യൂണിറ്റ് ചോദിച്ചാൽ എഴുതേണ്ടത് ഇത് തന്നെയാണ്. അതുപോലെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വോൾട്ട്. അതിന് നമ്മൾ EV എന്ന് എടുക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ മറ്റൊരു യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻19 ജൂളാണ്. പേരാണല്ലോ. അതേപോലെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ.
എന്നുവെച്ചാൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പം ഇത്രയും പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിൻ്റെ ടൈപ്സ് എന്നുവെച്ചാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വിത്ത് എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. ഓക്കെ. കൂടാതെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനകത്ത് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ SI സിസ്റ്റമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനകത്ത് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റും അതിന് 2 സപ്ലിമെൻ്ററി യൂണിറ്റും, പിന്നെ ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകളും പറഞ്ഞു, ലെങ്തിൻ്റെ വലിയ യൂണിറ്റുകളും പറഞ്ഞു. ആ വലിയ യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ മാസിൻ്റെ ചെറിയ യൂണിറ്റ് പറഞ്ഞു, വലിയ യൂണിറ്റ് പറഞ്ഞു. കൂടാതെ എനർജിയുടെ ജൂള് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന 2 യൂണിറ്റുകളാണ്, ഒന്ന് കിലോ വാട്ട് അവറും മറ്റൊന്ന് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഡൈമെൻഷണൽ അനാലിസിസ് ആണ്. ഡൈമെൻഷണൽ അനാലിസിസ്. ഇവിടെ നിങ്ങൾ ആ ഡൈമെൻഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഡെഫിനിഷൻ ഓഫ് ഡൈമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ ഡൈമെൻഷണൽ കോൺസ്റ്റൻറ്റും ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻറ്റും അറിഞ്ഞിരിക്കണം. അതേപോലെ ഡൈമെൻഷണൽ വേരിയബിളും ഡൈമെൻഷൻലെസ് വേരിയബിളും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. അത് ചോദിച്ചിട്ടുണ്ട്. അത് എക്സാമ്പിൾ സഹിതം, ഓരോന്നിനും എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ ഡൈമെൻഷനകത്ത് അറിയേണ്ടത് നമ്മുടെ ഒരു 10-11 ക്വാണ്ടിറ്റികളുണ്ട്. അതറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റിയും ഡൈമെൻഷൻ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ മാസിൻ്റെ എല്ലാവർക്കും അറിയാം, മാസിൻ്റെ M, ലെങ്തിൻ്റെ L, ടൈമിൻ്റെ T. പിന്നെ ഇതേപോലെ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഫോഴ്സിൻ്റെയും മൊമെൻറ്റം, ഇങ്ങനെയുള്ളൊരു 10-11 ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഡൈമെൻഷൻസ് അറിയാതെ നമുക്ക് ഈ സെക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റിനകത്ത് ഒരിക്കലും ഡൈമെൻഷണൽ ഫോർമുല തരത്തില്ല. അപ്പോൾ ഡൈമെൻഷൻ ഫോർമുല നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഡൈമെൻഷനകത്ത് പറയേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഡൈമെൻഷൻ്റെ ഡെഫിനിഷൻ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഡൈമെൻഷണൽ കോൺസ്റ്റൻറ്റ്, ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്, ഡൈമെൻഷണൽ വേരിയബിൾ, ഡൈമെൻഷൻലെസ് വേരിയബിൾ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും വിത്ത് എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചിരിക്കും. അവിടെ നിന്ന് നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഭാഗമാണ്. പിന്നെ അവിടെ പഠിക്കേണ്ടത് ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ യൂസസ് ആണ്. ഒരു 4 യൂസസ് നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. ആ 4 യൂസസും നമ്മൾ പഠിക്കണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ കുറേ ഫിസിക്കൽ കോൺസ്റ്റൻസുകളുണ്ട്. നമ്മുടെ ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് H. ഇവയുടെയൊക്കെ ഡൈമെൻഷൻസ് വേണമെങ്കിൽ ചോദിക്കാം. അതും അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ പറയുന്നത് ഡൈമെൻഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകളാണ്. അതിനകത്ത് നിങ്ങൾക്കറിയാം, ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കാം. അതൊക്കെ നമ്മൾ നോട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ ഫോർമുലകൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ T = 2π × √L/G ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ F = 6π ηRV ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോർമുലയിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുക. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൺവേർഷൻ ഓഫ് 1 സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ എന്ന് വെച്ചാൽ 1 ന്യൂട്ടൺ എത്ര ഡൈനാണെന്ന് തെളിയിക്കാൻ ചോദിക്കാം. അപ്പോൾ 1 ന്യൂട്ടൺ നമുക്കറിയാം 10⁵ ഡൈൻസ് എന്ന് തെളിയിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ 1 ജൂള് 10⁷ എർജാണെന്ന് തെളിയിക്കാൻ ചോദിക്കാം. അറിയാമല്ലോ? ഓക്കെ, പിന്നെ ആ ഡൈമെൻഷൻ കഴിഞ്ഞുള്ള ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ റൂളുകൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ആ ടെക്സ്റ്റിൽ റൂൾ തന്നിട്ടുണ്ട്, ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂളുകൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്പർ തന്നിട്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഒരു നമ്പർ തന്നിട്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പം ഈ റൂള് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. കാരണം കെമിസ്ട്രിയിലും പഠിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. കാരണം കെമിസ്ട്രിയിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. അപ്പോൾ അത് മറക്കാതെ പഠിച്ചുകൊണ്ട് പോകണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് എറേഴ്സ്. എറർ എന്ന് പറയുന്നത് പ്രധാനമായും തിയറി അല്ല അതിനകത്ത് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ തവണയും പ്രോബ്ലംസുകളാണ് എററിനകത്ത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എറർ പഠിക്കുമ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ലീസ്റ്റ് കൗണ്ട് എന്താണ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ,
പിന്നെ പറഞ്ഞതുപോലെ പ്രോബ്ലമാണ് അതിനകത്ത് നോക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ റീഡിങ്സ് എന്നിട്ട് അതിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ, അതേപോലെ അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെൻറ്റ്, റിലേറ്റീവ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, പെർസെൻറ്റേജ് എറർ നമ്മളെ നോട്ടിലുണ്ട്. ചിലപ്പോൾ അത് അതേ കണക്ക് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ പ്രോബ്ലംസ്. പിന്നെ റിലേറ്റീവ് എററിൻ്റെയും പെർസെൻറ്റേജ് എററിൻ്റെയും ഈ മോഡൽ പ്രോബ്ലം ഇപ്പോൾ പി സി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഡി. ഇതിനകത്ത് നമുക്ക് ഈ എ ബി സി ഡി ഈ മെഷർമെൻറ്റ്സിൻ്റെ എല്ലാം പെർസെൻറ്റേജ് എറർ വരും. നമുക്ക് പെർസെൻറ്റേജ് എററിന് പി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പം ഈ മോഡൽ പ്രോബ്ലം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. മൊത്തം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആണ്. മുമ്പേ പറഞ്ഞു ഇതിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യമേ ടൈപ്സ് ഓഫ് മോഷൻ, ചില 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ വിത്ത് എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. കാരണം അത് മോഷൻസ് എല്ലാം കൂടെ തന്നിട്ട് അത് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് മോഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി അറിഞ്ഞിരിക്കണം. അതുപോലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ബോഡി ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ തിരിച്ച് അവിടെ തന്നെ എത്തുമ്പോൾ ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അതേപോലെ ഡിസ്റ്റൻസ് എത്രയാണ്. അത് കണക്ക് വേണമെങ്കിൽ ഒരു സെമി സർക്കുലർ പാത്ത് വെച്ചും ചോദിക്കാം. കൂടാതെ ഒരു ബോഡി വെർട്ടിക്കലി അപ്വേർഡായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു, ആ ബോഡി ഒരു പർട്ടിക്കുലർ ഹൈറ്റ് പോയിട്ട് തിരിച്ച് അവിടെ തന്നെ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനിൽ എത്തുന്നു, അപ്പോഴുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചോദിക്കാം. അങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പം ആ സെക്ഷനിൽ അറിയേണ്ട കാര്യങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. പിന്നെ 2 ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഡിഫൈൻ ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി. അത് ഡിഫൈൻ ഇൻസ്റ്റൻറ്റനിയസ് ആക്സിലറേഷൻ ആൻഡ് ആവറേജ് ആക്സിലറേഷൻ അതറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വരുന്നത് കുറേ ഗ്രാഫുകൾ വരുന്നുണ്ട്. ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫുണ്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫുണ്ട്. അതേപോലെ അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വെലോസിറ്റിയാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടും. അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പം ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആ ബോഡിയുടെ മോഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്ത് ടൈപ്പ് മോഷനാണെന്ന് ചോദിക്കും. അങ്ങനെ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ. നമ്മുടെ v = u + at, അതുപോലെ s = ut + ½ et², അല്ലേ? നമ്മുടെ 4 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അത് ഗ്രാഫിക്കൽ മെത്തേഡാണ് കൂടുതൽ തവണയും ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞ് ചോദിക്കാം 3 മാർക്കിൽ. അപ്പം പൊസിഷൻ ടൈം റിലേഷൻ ഏതാണെന്ന് അറിയിക്കണം. പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയുന്നതാണ് s = ut + ½ et². അപ്പോൾ അങ്ങനെ ചോദിക്കാം. ഈ റിലേഷൻ തരുന്നതിന് പകരം റിലേഷൻ്റെ പേര് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ, അല്ലെങ്കിൽ ഡിറൈവ് വെലോസിറ്റി ടൈം റിലേഷൻ. അതേതാണ് വെലോസിറ്റി ടൈം റിലേഷൻ? v = u + at. അതുപോലെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ v² = u² + 3s. അപ്പോൾ ഈ 3 റിലേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്, എസ്ൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, ഇത് പഠിക്കണം. കൂടാതെ ഈ ഇക്വേഷൻസ് ഓഫ് മോഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകൾ നോക്കണം.
നമ്മുടെ നോട്ടിൽ അത്യാവശ്യം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് എല്ലാം നോക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട 2 ടേമുകളാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിന് ഇക്വേഷൻ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതേപോലെ മറ്റൊരു ടോപ്പിക്കാണ് റിയാക്ഷൻ. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഫോളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രീ ഫോളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ 3 ഗ്രാഫുകളാണ്. ഒന്ന് വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം ഗ്രാഫ്, അതേപോലെ വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം കേട്ടോ. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതേപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അത് നോക്കാം. മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഒരു ബോഡിയെ നമ്മൾ മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്. മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്. ഈ കേസിൽ നമുക്ക് 3 ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഒന്ന്, ഈ ബോഡി റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. മറ്റൊന്ന് ടൈം ഓഫ് അസെൻഡിൻ്റെ ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ ടൈം ഓഫ് അസെൻഡ് T1 എടുക്കാം. ടൈം ഓഫ് അസെൻഡ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന സമയം. മറ്റൊന്ന് ടൈം ഓഫ് ഡിസെൻഡ്, ദാറ്റ് ഇസ് T2 എന്ന് എടുക്കാം. വെച്ചാൽ മാക്സിമം ഹൈറ്റിൽ നിന്ന് തിരിച്ച് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിലെത്താൻ എടുക്കുന്ന സമയം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം. ഇത് നോക്കണം. ഇതിൻ്റെയും പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡിൻ്റെ കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫും അതേപോലെ സ്പീഡ് ടൈം ഗ്രാഫും കൂടെ നോക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. അതിൻ്റെയും ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പം അത് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസുകൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് 1-ലെ 4ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, 4ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് സ്കെയിലാർ ആൻഡ് വെക്റ്റർ. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വിത്ത് എക്സാമ്പിൾസ് ആയത്. ഇതും ക്വാണ്ടിറ്റീസ് എന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കൂടാതെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി അറിഞ്ഞിരിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം ടൈപ്സ് ഓഫ് വെക്റ്ററുകൾ അറിഞ്ഞിരിക്കുക. അറിയാം, ടൈപ്സ് ഓഫ് വെക്റ്റർ അറിയാമല്ലോ നിങ്ങൾക്ക്. 0 വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ, കോയിൻഷ്യൽ വെക്റ്റർ, കൊളീനിയർ വെക്റ്റർ, കോപ്ലാനർ. കാരണം അത് ചിലപ്പോൾ ഒരു ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് കോയിൻഷ്യൽ, കോടെർമിനസ്, ലൈക്ക് വെക്റ്റർ, ഈക്വൽ വെക്റ്റേഴ്സ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടൈപ്സ് ഓഫ് വെക്റ്റർ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷനിലെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമേ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി വിത്ത് എക്സാമ്പിൾ സഹിതം പഠിക്കുക. പിന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് വെക്റ്ററുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് വെക്റ്റർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഉണ്ടോ? ഇതിനകത്ത് ഏതൊക്കെയാണ് ഈക്വൽ വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോയിൻഷ്യൽ വെക്റ്റേഴ്സ് എന്ന് എടുത്തെഴുതാൻ ചോദിക്കും. അതുകൊണ്ട് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ അഡീഷൻ ഓഫ് വെക്റ്റേഴ്സിനകത്ത് 2 ലോ നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷനും മറ്റൊന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്. 2 വെക്റ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, R = √p² + q² + 2pq cos θ. ഈ റിലേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
കൂടാതെ ആ റിസൾട്ടൻറ്റ് വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഇസ് ആൽഫയുടെ ഇക്വേഷൻ അതും അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങൾ. ഓക്കെ, അപ്പം അഡീഷൻ ഓഫ് വെക്ടേഴ്സിനകത്ത് ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയും അറിഞ്ഞിരിക്കണം. പാരലോഗ്രാം ലോയിൽ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ എന്ന് അറിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഒന്ന് പ്രൂഫ് സഹിതം എപ്പോഴോ ഒരു മുൻ വർഷങ്ങളിൽ എപ്പോഴോ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അറിയില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അറിയാമല്ലോ. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്താലും വെക്ടർ ബി പ്ലസ് വെക്ടർ എ ചെയ്താലും ആൻസർ എന്താണ്? സെയിം ആയിരിക്കും. ഈ പ്രോപ്പർട്ടി വിളിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം അത് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് ശേഷം ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചോദിക്കാം. ഇപ്പം ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ് അല്ല വെക്ടർ ഐ സി ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലേ? എങ്ങനെ അറിയില്ല, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ഇവിടെ മൈനസ് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 1 എന്ന് എടുത്താലും. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വെക്ടർ തന്നിട്ട് ആ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഈ ഫോർമുല വെച്ചിട്ട് എ ക്യാപ് ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ, വെക്ടർ എയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കാം. എൻ്റെ ഫോർമുല എന്താണ്? വെക്ടർ എ ഡിവൈഡഡ് ബൈ കേട്ടോ. അപ്പം വെക്ടർ തന്നിട്ട് വെക്ടർ കമ്പോണൻറ്റ് ഫോമിലായിരിക്കും തരുന്നത്. ഇപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് ആ വെക്ടറിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതേപോലെ ആ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കാം. പിന്നെ നമ്മളിവിടെ പഠിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൽ ആദ്യം പഠിക്കുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കെയിലാർ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മോഡ് എ മോഡ് ബി കൊസിക്ക. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ഇതിനകത്ത് ചോദിക്കുന്നത് വെച്ചാൽ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം. കൂടാതെ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ ചോദിക്കാം. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ആ രണ്ട് വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടിയാൽ മതി? 0 കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ പകരം വേറൊരു വാക്ക് പറയാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, ദാറ്റ്സ് ഓർത്തോഗണൽ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, പിന്നെ സ്കെയിലാർ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. വെക്റ്റർ എ ക്രോസ് ബി. ഇത് ഫോർമുല മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. അപ്പോൾ നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. വീഡിയോ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഇതാണ് ഇതാണ് കേട്ടോ. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്കറിയാം ഏതാണ്? പ്രൊജക്റ്റൈലാണ്. അപ്പോൾ പ്രൊജക്റ്റൈലിനകത്ത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു മാർക്കിന് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്ന പാത്ത് എന്ത് ഷേപ്പായിരിക്കും? പരാബോളിക് ഷേപ്പായിരിക്കും, അല്ലെങ്കിൽ പരാബോള ആയിരിക്കും. പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് പരാബോള ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ആണ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ എ പ്രൊജക്റ്റൈൽ കേട്ടോ. ഒരു പ്രൊജക്റ്റൈൽ ബോഡി റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്. മറ്റൊന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. മറ്റൊന്ന് ഹോറിസോണ്ടൽ റേഞ്ച്.
അപ്പോൾ ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ പ്രൊജക്റ്റൈൽ. ഇത് മുമ്പേ പറയാൻ ഒന്നും പഠിച്ചുകൊണ്ട് പോയിരിക്കണം ഈ ചാപ്റ്ററിലെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ചുകൊണ്ട് പോകണം. ഏതൊക്കെ അതിൻ്റെ ഡെറിവേഷൻസ് 3 ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലവും ഇതിൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ. പിന്നെ ഇവിടെ ഇതിപ്പോൾ പ്രധാനപ്പെട്ട ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പം പറഞ്ഞത്, ഇത് 3. പിന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്നത് പാത്ത് പരാബോളിക് ആണെന്ന് വേണേൽ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് പരാബോള. അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റൈൽ ബോഡിയുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എക്സ്പ്രഷൻ തരാൻ ചോദിക്കാം. വെലോസിറ്റി ഓഫ് എ പ്രൊജക്റ്റൈൽ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പ്രൊജക്റ്റൈൽ ബോഡിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ തരാൻ ചോദിക്കും. അപ്പോൾ അത് രണ്ടും വലുതായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് 3 നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിക്കൊണ്ട് പോകണം. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹോറിസോണ്ടൽ റേഞ്ച്. പിന്നെ പരാബോള, ഒരു പ്രൊജക്റ്റൈൽ ബോഡിയുടെ പാത്ത് പരാബോള ആയിരിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രൊജക്റ്റൈൽ ബോഡിയുടെ ഹോറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി ആയിരിക്കും. അത് ആ വാല്യൂ അറിഞ്ഞിരിക്കാം. ഒരു പ്രൊജക്റ്റൈൽ ബോഡിയുടെ ഹോറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ. പിന്നെ ആ ചാപ്റ്ററിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ സർക്കുലർ മോഷനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. പിന്നെ പഠിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി, ദാറ്റ് ഇസ് v is equal to r omega. ചെറിയ ഡെറിവേഷനാണ്. അതുപോലെ മറ്റൊരു ഡെറിവേഷൻ ഉണ്ട്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ, അതായത് എയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഇസ് a is equal to r alpha. ഈ റിലേഷൻസുമായി ബന്ധപ്പെടുത്തി പ്രോബ്ലവും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോഷൻ ഇന്നെ പ്ലെയിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓർക്കുക, പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന സെക്ഷനാണ് ഞാൻ ഏറ്റവും സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകുക. അതിൻ്റെ പ്രോബ്ലവും കൂടെ ചെയ്ത് നോക്കണം. ഡെറിവേഷൻ മാത്രമല്ല, പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ. ഇത്രയുമാണ് ഈ ചാപ്റ്റർ ഉള്ളത്. മൊത്തം നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. മുമ്പേ പറഞ്ഞു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മുടെ പാർട്ട് 1 ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. വളരെ എളുപ്പമുള്ള, നമുക്ക് നേരത്തെ 9th പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ന്യൂട്ടൻ്റെ ലോ ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കൂടാതെ ഇനർഷ്യയായി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇനർഷ്യ ഉണ്ടല്ലോ. ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇതിൻ്റെ എല്ലാം ആ എക്സാമ്പിളുകൾ സഹിതം അറിഞ്ഞു വെച്ചിരിക്കുക. അത് പക്ക തിയറിയാണ്, പഠിക്കാൻ എല്ലാവർക്കും എളുപ്പമുള്ളതാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും അതുപോലെ ഇനർഷ്യ ആൻഡ് ടൈപ്പ് ഓഫ് ഇനർഷ്യ നോക്കി വെച്ചിരിക്കുക. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. ആ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. കൂടാതെ ഷോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ, ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഐ പ്രൂവ് ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ സെക്കൻഡ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് കൈ ബാക്കിലേക്ക് എടുക്കാനുള്ള റീസൺ, അങ്ങനെ അതേപോലെ നമ്മളൊരു സിമെൻറ്റഡ് ഫ്ലോറിൽ വീഴുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പരിക്കേൽക്കാൻ, മണൽക്കൂനയിൽ വീഴുന്നതിനേക്കാൾ കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യത സിമെൻറ്റഡ് ഫ്ലോറിൽ വീഴുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ലോയുടെ 2-3 ആപ്ലിക്കേഷൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം സെക്കൻഡ് ലോയും ബന്ധപ്പെട്ട് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ഷോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആപ്ലിക്കേഷൻസ്. ഓക്കെ. അപ്പോൾ അത്രയാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ലോയാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ. അതിനും കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉണ്ട്, അങ്ങനെ അതേപോലുള്ള ഒരു 3-4-5 ആപ്ലിക്കേഷൻസ് വായിച്ചു വെച്ചിരിക്കുക. ഓക്കെ. പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അതിൻ്റെ പ്രൂഫ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്, ന്യൂട്ടൻ്റെ തേർഡ് ലോയും വെച്ചിട്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രൂഫും പഠിച്ചിക്കണം. കാരണം ചിലപ്പോൾ അത് എടുത്ത് പറയാറുണ്ട്. ഷോ ദാറ്റ് ഐ പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓൺ യൂസിങ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ മാർക്ക് എടുത്തുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ് സെക്കൻഡ് ലോ വെച്ചിട്ടും തേർഡ് ലോ വെച്ചിട്ടും രണ്ട് വെച്ചിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അറിയേണ്ടത് റീകോയിൽ ഓഫ് ഗണ്ണുമായി ബന്ധപ്പെട്ട് റീകോയിൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തറിഞ്ഞിരിക്കണം. റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ അതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കണം. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അതേപോലെ 3 ലോ ഉണ്ടെന്ന് പറഞ്ഞു, ന്യൂട്ടൻ്റെ 3 ലോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂട്ടൻ്റെ 3 ലോയിൽ റിയൽ ലോ ഓഫ് മോഷൻ അറിയപ്പെടുന്നത് ന്യൂട്ടൻ്റെ ഏത് ലോയാണ്? സെക്കൻഡ് ലോ ആണ് റിയൽ ലോ ഓഫ് മോഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ലോയിൽ നിന്ന് ഫസ്റ്റ് ലോ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ സെക്കൻഡ് ലോയിൽ നിന്ന് തേർഡ് ലോയും ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം റിയൽ ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്നത് ഏത് ലോയാണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. പിന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. കാരണം ആ ഡെറിവേഷൻസ് മറ്റ് ചില ചാപ്റ്ററുകളായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാം. അതുകൊണ്ടത് അറിഞ്ഞിരിക്കുക. കൂടാതെ മോഷൻ ഓഫ് ബോഡി ഇൻ എ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ബോർഡ് എക്സാമുകളിൽ. അത് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് വേണമെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഫൈൻ ഫ്രീ ബോഡി ഡയഗ്രാം എന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയാണ് നമ്മുടെ ലോസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് സെക്ഷൻ, ആ ചാപ്റ്റർ ഫസ്റ്റ് സെക്ഷൻ. ഈ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനകത്ത് നിങ്ങൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും അറിഞ്ഞിരിക്കണം. പിന്നെ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഷോ ദാറ്റ് ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആണെന്നുള്ള കാര്യം തെളിയിക്കുന്ന പ്രൂഫ് അറിഞ്ഞിരിക്കണം. അത് പഠിക്കണം. അതുകൂടാതെ പിന്നെ നമ്മളവിടെ അറിയേണ്ട കാര്യം വെച്ചാൽ മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ റോഡ്. ഇപ്പം ടെർമിനൽ എക്സാമ്പിൾക്ക് അതിൽ നിന്ന് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഒരു സർക്കുലർ ലെവൽ റോഡിലൂടെ ഉള്ള കാറിൻ്റെ മോഷൻ, അതിൻ്റെ പ്രോബ്ലം നോക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫൈൻ ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം 1 മാർക്കിന്. അല്ലെങ്കിൽ ഡിഫൈൻ ആംഗിൾ ഓഫ് ബാങ്കിങ് 1 മാർക്കിന് ചോദിക്കാം. അത് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ബാങ്കിങ് 1 മാർക്കിന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ഇച്ചിരി ലെങ്തി ഡെറിവേഷനാണ്. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ഞാൻ ഡെറിവേഷനകത്ത് തന്നെ വരുന്നൊരു കാര്യമുണ്ട്. ഓപ്റ്റിമം സ്പീഡ് V0 = √RG tan θ. അതും ചോദിക്കാം. കൂടാതെ അതിൻ്റെയും പ്രോബ്ലം നോക്കണം, അതും ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനകത്ത് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ എഴുതി നോക്കണം, എഴുതി വെച്ചിരിക്കണം. പഠിക്കുമ്പോൾ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തുകയാണ്. 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വർക്ക് എനർജി ആൻഡ് പവറാണ്. ഇപ്പോൾ വർക്ക് എനർജി പവറിൽ നിന്ന് നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. 4 മാർക്ക്. ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞപ്പോൾ 5 മാർക്ക് എന്നാണ് പറയുന്നത്. 5 അല്ല, 4 മാർക്കിൻ്റെ ചോദ്യമാണ് വർക്ക് എനർജി പവറിൽ നിന്നും ചോദിക്കുന്നത്. ഓക്കെ, വർക്ക് എനർജി പവറിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, വർക്ക് എന്താണ്, ഡിഫൈൻ വർക്ക് എന്താണ്, വർക്ക് എന്താണ്, അതിൻ്റെ 3 ടൈപ്പ് വർക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. അപ്പോൾ അത് എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കണം. കാരണം അവർ വർക്ക് എന്നിട്ട് അത് ഏത് വർക്കാണെന്ന്, പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ സീറോ വർക്കാണോ എന്ന് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. W = Fs cos θ, അല്ലെങ്കിൽ W = വെക്റ്റർ F ഡോട്ട് വെക്റ്റർ S. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം കേട്ടോ. വർക്ക് വെച്ചിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം ചോദിക്കാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഒന്ന് F = Fs cos θ, W = Fs cos θ
അല്ലെങ്കിൽ W is വെക്ടർ F ഡോട്ട് വെക്ടർ S. പിന്നെ അവിടെ അറിയേണ്ടത് നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വെച്ചിട്ട്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഈസ് എലോങ് Y ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് X ആക്സിസ്. ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ആ ഗ്രാഫിൻ്റെ എന്തിന് പിടിച്ചാൽ മതി? ഏരിയ. എന്ന് വെച്ചാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. അപ്പോൾ ചിലപ്പോൾ ആ ഗ്രാഫ് വരച്ചിട്ട് വർക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വർക്കുമായി ബന്ധപ്പെട്ടറിയിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ, കൂടാതെ ഇതിൻ്റെ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കണം. വീഡിയോ അത് ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വിത്ത് എക്സാമ്പിൾ, കൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ അറിഞ്ഞിരിക്കണം. അത്രയും കാര്യങ്ങൾ വരും വർക്കിനകത്ത്. പിന്നെ അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ എനർജി എന്നൊരു ടോപ്പിക്ക്. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് 2 ടൈപ്പ് എനർജിയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അത് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി അല്ലേ? നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? എക്സ്പ്രഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m v². അതുപോലെ പിന്നെ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വർക്ക് എനർജി തിയറം. അപ്പോൾ വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കൊണ്ട്, ഫോർ വേരിയബിൾ ഫോഴ്സ് കൊണ്ട്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് എളുപ്പമാണ്. വേരിയബിൾ ഫോഴ്സ് ആകുമ്പോഴാണ് ഇത് ഇൻ്റഗ്രലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് അനുസരിച്ചിട്ട് വേണം ആൻസർ എഴുതേണ്ടത്. അപ്പം വർക്ക് എനർജി തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വേരിയബിൾ ഫോഴ്സിന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ഫോഴ്സിന് ഡെറിവേഷൻ എഴുതിയാൽ മതി. വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഡെറിവേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ഓർക്കുക, വർക്ക് എനർജി തിയറം, വർക്ക് എനർജി തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ക്വസ്റ്റ്യനാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കൈനറ്റിക് എനർജി മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട് അല്ലേ? ദാറ്റ് ഈസ് p² is equal to 2mk. അതിൽ p is equal √2mk. ഈ റിലേഷൻ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം വർക്ക് കഴിഞ്ഞുള്ള ടോപ്പിക്കാണ് എനർജി. എനർജിക്കകത്ത് ആദ്യം വരുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. വർക്ക് എനർജി തിയറം ചോദിക്കാം. ആ വർക്ക് എനർജി തിയറം കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കൊണ്ട്, വേരിയബിൾ ഫോഴ്സ് കൊണ്ട്, കൂടാതെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇത്രയാണ് കൈനറ്റിക് എനർജിയെ ബന്ധപ്പെട്ടുള്ളത്. പിന്നെ വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, ഒരു ബോഡി എർത്ത് സർഫസിൽ നിന്ന് ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh ആണ്. ഇത് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. ഇനി ഒരു ബോഡിക്ക് അതിൻ്റെ സ്ട്രെയിൻ മൂലം ലഭിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അപ്പം ആ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഇക്വേഷൻ U is equal to ½ k x². വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് അല്ലെങ്കിൽ എനർജി സ്റ്റോർ ഇൻ എ സ്പ്രിങ്. ഇനി ഇതേ ഡെറിവേഷൻ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിലും എഴുതാൻ ചോദിക്കാറുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് ഇതിനേക്കാൾ എളുപ്പമാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ജസ്റ്റ് അവിടുത്തെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരച്ചിട്ട് ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതേ എക്സ്പ്രഷൻ തന്നെ ലഭിക്കും. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ ഗ്രാഫ് ഉണ്ട്. ഇങ്ങനൊരു ഗ്രാഫുണ്ട്. എനർജിയും വെച്ചാൽ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി തമ്മിലുള്ള ഗ്രാഫുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതേ ഗ്രാഫ് ഇതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതും വരുന്നുണ്ട് കേട്ടോ. അപ്പം പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ mgh. പിന്നെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ദാറ്റ് ഇസ് ½ k x². അത് ഗ്രാഫിക്കൽ മെത്തേഡിലും ചോദിക്കാം. പിന്നെ സ്പ്രിങ്ങിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫ്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ പ്രൂഫ് ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി കേട്ടോ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമുക്കറിയാവുന്നതാണ്
ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ 3 പൊസിഷൻ എടുത്തിട്ട് ഈ 3 പൊസിഷനിലെയും ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് തെളിയിച്ചാൽ മതി. ഓക്കെ. കൂടാതെ അവിടുത്തെ കേസിൽ നമ്മൾ ഇങ്ങനൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. വൈ ആക്സിൽ എനർജി, എക്സ് ആക്സിൽ ഹൈറ്റ്. ഇങ്ങനെ ഗ്രാഫ് എന്നുവെച്ചാൽ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി വിത്ത് ഹൈറ്റ്, അതിൻ്റെ ഗ്രാഫും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവറാണ്. വർക്ക് കഴിഞ്ഞു, എനർജി കഴിഞ്ഞു, അടുത്തത് പവറാണ്. അപ്പോൾ പവർ ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ പവറിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. പിന്നെ ഒരു കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോഴ്സ് പവറാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഹോഴ്സ് പവറാണ്. നമ്മളിപ്പം മോട്ടറിൻ്റെയൊക്കെ പവർ പറയുന്നത് ഹോഴ്സ് പവറാണ്. ഒരു ഹോഴ്സ് പവർ, ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട്സ്. അത് അറിയണം കേട്ടോ. 1 HP = 746 വാട്ട്സ് അറിഞ്ഞിരിക്കണം. കൂടാതെ റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി ഡിറൈവിന് അറിഞ്ഞിരിക്കണം. പവറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊല്യൂഷനാണ്. അപ്പോൾ കൊല്യൂഷനകത്ത് ഇലാസ്റ്റിക് കൊല്യൂഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊല്യൂഷൻ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ കൊല്യൂഷൻസിൻ്റെ എല്ലാം ഡെഫിനിഷനും അവയുടെ ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് തന്നിരിക്കണം. പിന്നെ എലാസ്റ്റിക് കൊല്യൂഷൻ 1 ഡൈമെൻഷനകത്ത് ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ പാർട്ട് കൂടെ നോക്കണം. അപ്പോൾ ഇത്രയാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനാണ് 7ാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ പറയുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ റിജിഡ് ബോഡി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് റിജിഡ് ബോഡി? ഡിഫൈൻ റിജിഡ് ബോഡി. പിന്നെ നിങ്ങൾ അറിയേണ്ടത് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. സെൻറ്റർ ഓഫ് മാസ്. ഇവിടെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് റിജിഡ് ബോഡി ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, സെൻറ്റർ ഓഫ് മാസ് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കുക. പിന്നീട് അവിടെ നിങ്ങൾ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്, ടോർക്കിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക അല്ലേ. ടോർക്കിന് നമ്മൾ ഡിനോട്ട് വേരിയബിൾ ഏതാണ്? ടോ. ടോ ഈസ് ഈക്വൽ ടു RF sin θ. ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ പ്രോബ്ലംസും അറിയിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2 എഗ്ഗ് എന്നിട്ട് അതിനകത്ത് ബോയിൽഡ് എഗ്ഗും റോ എഗ്ഗും സ്പിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതേപോലെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രോബ്ലംസും നോക്കാം. അതിനുശേഷം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ യൂണിറ്റും ഡൈമെൻഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതേപോലെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 1 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, മുൻപേ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. റേഡിയസ് ഓഫ് ജൈറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. കെ, ക്യാപിറ്റൽ കെ. അപ്പോൾ ഇത്രയും നോക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 തിയറംസ്, വളരെ പ്രധാനപ്പെട്ട 2 തിയറംസ് ഉണ്ട്. അത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതിന് പ്രൂഫില്ല. ഏതൊക്കെയാണ്? ഒന്ന് പാരലൽ ആക്സസ് തിയറവും മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും. ഈ 2 വളരെ പ്രധാനപ്പെട്ട 2 തിയറംസാണ്. പിന്നെ വരുന്നത് ഈ 2 തിയറംസ് വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെയാണ് റിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഡിസ്കിൻ്റെയും. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. റിങ്ങിൻ്റെയും ഡിസ്കിൻ്റെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഈ 2 തിയറംസ് ഉപയോഗിച്ചിട്ട്, അത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഉണ്ട്, എബൌട്ട് എ ഡയമീറ്റർ ഉണ്ട്, എബൌട്ട് എ ടാൻജൻറ്റ് ഉണ്ട്,
അങ്ങനെ ഡിഫറെൻറ്റ് ആക്സിസിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ റിങ്ങിൻ്റെയും ഡിസ്കിൻ്റെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ സെക്ഷനിലെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഇപ്പോൾ പറയുന്നത് പാരലാക്സ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് ആൻഡ് റിംഗ് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി സ്പിയർ എന്ന് പറയുമ്പം സോളിഡ് സ്പിയറും ഉണ്ട്, അതേപോലെ ഹോളോ സ്പിയറും ഉണ്ട്. ഇതിനെ രണ്ടിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാൻ അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ അറിയണം, അതിൻ്റെ എക്സ്പ്രഷൻ കാണാൻ പഠിക്കണം കേട്ടോ. സോളിഡ് സ്പിയറിൻ്റെയും ഹോളോ സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, അതേപോലെ സിലിണ്ടറിൻ്റെയും കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. റിങ്ങും ഡിസ്കും കൂടാതെ ഇതിൻ്റെയും കൂടെ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ചാപ്റ്റർ വരുന്നത് ഒരു റോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്യാൻ, എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി അറിഞ്ഞിരിക്കുക. പിന്നൊന്ന് ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെ റോൾ ചെയ്ത് വരുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം കേട്ടോ. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക, കാരണം ഇത് രണ്ടും വെച്ചിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇപ്പോൾ ഇൻക്ലൈൻ പ്ലെയിനിൽ നിന്നും ആദ്യമേ ഒരു സോളിഡ് സ്പിയറിനെ ഉരുട്ടി വിടുന്നു, പിന്നെ ഒരു റിങ്ങിനെ റോൾ ചെയ്ത് വിടുന്നു, പിന്നെ ഒരു ഡിസ്കിനെ. പ്രത്യേകത ഇവരെ 3 പേരുടെയും റേഡിയസ് സെയിം ആണ്, ചില ഐഡൻറ്റിക്കൽ ആയിട്ടാണ്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സെയിം ഹൈറ്റിൽ നിന്നും ഒരു സ്പിയർ, ഒരു സോളിഡ് സ്പിയർ, റിങ്, ഡിസ്ക് ഉരുട്ടി വിടുന്നു, റോൾ ചെയ്ത് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആദ്യം എത്തുന്നത്, ആരാണ് ലാസ്റ്റ്? ഇപ്പം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഡെറിവേഷൻസ് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ അവസാനത്തെ ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏകദേശം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷനകത്ത് നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഗ്രാവിറ്റേഷൻ അല്ലേ? നമുക്കറിയാം, നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും തമ്മിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് സർ ഐസക് ന്യൂട്ടൺ ഒരു ലോ കൊണ്ടുവന്നിരുന്നു, ഫോർമുലേറ്റ് ചെയ്തിരുന്നു. ആ ലോ ആണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതറിഞ്ഞിരിക്കുക. ആ ന്യൂട്ടൻ്റെ ലോ വെച്ചിട്ട് നമുക്ക് 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഫിസിക്കൽ G(m1m2/r²). പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ ജിയുടെ വാല്യൂ ഓഫ് ജി, അതേപോലെ ഇറ്റ്സ് യൂണിറ്റ് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഡൈമെൻഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ കാര്യമാണ്, ഡൈമെൻഷൻ അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേര് എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂവും അതേപോലെ അതിൻ്റെ യൂണിറ്റും അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫീച്ചർ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കുന്ന ഫസ്റ്റ് സെക്ഷൻ ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ എന്ന് അറിയണം, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിഞ്ഞിരിക്കണം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഫീച്ചറുകൾ അറിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ടോപ്പിക്കാണ് ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത ടോപ്പിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം 9.8 m/s² ആണ്. അപ്പോൾ ഇവിടെ അറിയേണ്ടത് ഈ വേരിയേഷൻ ഓഫ് ജിയുടെ വാല്യൂ ചെറിയ വേരിയേഷൻ സംഭവിക്കും. അത് ഒന്ന് ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് എർത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അല്ലേ. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം G = Gm/r² ആണ്. അപ്പോൾ നോക്കേ, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഷേപ്പാണ് ഉണ്ടോ? അപ്പോൾ ഈ റേഡിയസ് സെയിം ആയിട്ട് വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കേ, ഇക്വിറ്റോറിയൽ റേഡിയസ് ഈസ്
ഗ്രേറ്റർ ദാൻ പോളാർ റേഡിയസ്. ഇവിടെ റേഡിയസ് കൂടുതലും ഇവിടെ കുറവാണ്. അവിടെ നമുക്ക് പറയാം ഇവിടെ റേഡിയസ് കുറവായതുകൊണ്ട് ഇവിടെ ജിയുടെ വാല്യൂ മാക്സിമവും ഇവിടെ എന്തായിരിക്കും മിനിമം ആയി. ഇതാണ് വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് എർത്ത്. പിന്നെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഉണ്ട്, അതിന് ഡെറിവേഷൻ ആയിരിക്കണം. പിന്നെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ട് ഡെറിവേഷൻസ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. ചോയ്സിലുണ്ട്, പ്രോബ്ലംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ജിയുടെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ഇൻ ദ സെൻറ്റർ ഓഫ് എർത്ത്. അപ്പം അവിടെ നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ വൈ ആക്സിസിലും ഇവിടെ ഡിസ്റ്റൻസ് ഇൻ ദ സെൻറ്റർ ഓഫ് എർത്താണ്. അതിനൊരു ഗ്രാഫ് ഇങ്ങനെയുണ്ട്. ഒരു ബോഡി എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും, ഇൻക്രീസ് ചെയ്ത് വരും. സർഫസിലെത്തുമ്പോൾ ജിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും, എന്നാൽ ഏകദേശം 9.8 ആയിരിക്കും. പിന്നെ എർത്ത് സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഈ ഒരു ഗ്രാഫ് ഇപ്പോൾ ഒരു ടെർമിനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം, ഡിറൈവിങ് അറിഞ്ഞിരിക്കണം. പിന്നെ ജിയുടെ വാല്യൂ ഉണ്ടാകുന്ന വേരിയേഷൻ 3 കാരണങ്ങൾ കൊണ്ട്, ഒരു ഷേപ്പ് വിത്ത് ഹൈറ്റ് വിത്ത് ഡെപ്ത്, പിന്നെ അത് ഈ ഗ്രാഫ്, പിന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഒരു ബോഡിയെ നമ്മൾ ഇക്വേറ്ററിൽ നിന്നും ഇക്വേറ്ററിൽ നിന്നും എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? പോൾസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ബോഡിയുടെ മാസിന് എന്ത് ചേഞ്ച് ഉണ്ടാവും? വെയിറ്റിന് എന്ത് ചേഞ്ച് ഉണ്ടാവും? നമുക്കറിയാം മാസിന് യാതൊരു ചേഞ്ചും വരത്തില്ല, മാസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ വെയിറ്റ് എന്ത് ചെയ്യും? വെയിറ്റ് കൂടും. കാരണം ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ പോൾസിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് കൂടും? വെയിറ്റ് കൂടും. വീഡിയോ. പിന്നെ ഇവിടെ അറിയേണ്ട ഡെറിവേഷൻസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് മാസ്. കേട്ടോ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് മാസ്. ആ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. ഡ്യൂ ടു എ പോയിന്റ് മാസ് ആ ഈ ഇക്വേഷൻ v = -gm/r ഈ ഇക്വേഷൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ടോപ്പിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ്. ഇത് ഡിഫൈൻ ചെയ്യാനും ഇതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കും. കേട്ടോ, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ v = √rg. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ √rgയിലെ v = √2rg ആണ്. കേട്ടോ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും എസ്കേപ്പ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനും ചോദിക്കും. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ. അതേപോലെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി അറിഞ്ഞിരിക്കുക 11.2 km/s. അതേപോലെ മൂണിൻ്റെ അറിഞ്ഞിരിക്കുക, മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 2.2 km/s. അപ്പോൾ നിങ്ങൾ നോക്കേ, മൂണിൻ്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവാണ്. അപ്പോൾ മൂണിൻ്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവായതുകൊണ്ട് ആണ് മൂണിന് എന്തില്ല? മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. കൂടാതെ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ചെറിയ ബോഡിയാണെങ്കിലും വലിയ ബോഡിയാണെങ്കിലും എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ സെയിം തന്നെ ആയി. ഓക്കെ, പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു കോൺസ്റ്റൻറ്റ് ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്സ്. നമുക്ക് 2 സാറ്റലൈറ്റ്സ് ആണുള്ളത്, 2 ടൈപ്പ് സാറ്റലൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? നാച്ചുറൽ സാറ്റലൈറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും. അതിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും പോളാർ സാറ്റലൈറ്റും. അതിൽ ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കണം. അത് 24 hours ആണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. കേട്ടോ, ടൈം പീരീഡ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അല്ലെങ്കിൽ ജിയോ സിങ്ക്രണസ് എന്ന് പറയാറുണ്ട്. 24 മണിക്കൂറാണ് അതിൻ്റെ ടൈം പീരീഡ്. എന്നുവെച്ചാൽ ഒരു വട്ടം വലം വയ്ക്കാൻ എടുക്കുന്ന സമയം. മറ്റൊന്ന് ഇനി ചോദിക്കാൻ സാധ്യത അതിൻ്റെ ഹൈറ്റാണ്. ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 36,000 കിലോമീറ്ററാണ്. പിന്നെ ഈ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 3
ഡെറിവേഷൻസുകൾ വരുന്നുണ്ട്. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻസ് ആണ്. ഒന്ന് അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റിൽ കറങ്ങുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. പിന്നീട് ഈ ഓർബിറ്റൽ വെലോസിറ്റിയും നമ്മൾ മുമ്പേ പഠിച്ച എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റിക്കകത്ത് തന്നെ വേറൊരു ടേം വരുന്നുണ്ട്, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നൊരു ടേം വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. പിന്നെ ഇവിടെ അറിയേണ്ടത് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അറിഞ്ഞിരിക്കണം, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. പിന്നെ അറിയേണ്ടത് എനർജി ഓഫ് എ സാറ്റലൈറ്റ്, ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി ഡിറൈവ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ആ പോളാർ സാറ്റലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു തിരിക്കുക, ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു ലോ ഉണ്ട്, കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കാണ് ടെക്സ്റ്റിലെ NCERT ടെക്സ്റ്റിലെ ഫസ്റ്റ് ടോപ്പിക്സ് കെപ്ലർ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് 3 ലോ പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ കെപ്ലർസ് ഫസ്റ്റ് ലോ കേട്ടോ, കെപ്ലർസ് ഫസ്റ്റ് ലോ അതിന് പറയുന്നത് മറ്റേ പേരാണ് ലോ ഓഫ് ഓർബിറ്റ്. പിന്നെ കെപ്ലർസ് സെക്കൻഡ് ലോ അതിന് പറയുന്നത് മറ്റേ പേരാണ് ലോ ഓഫ് ഏരിയാസ്. പിന്നെ കെപ്ലർസ് തേർഡ് ലോ ദാറ്റ് ഇസ് ലോ ഓഫ് പീരീഡ്. അതിനകത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലോ വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ പ്രൂഫും അറിഞ്ഞിരിക്കാം. അത് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോയുടെയും കെപ്ലർസ് സെക്കൻഡ് ലോയും കെപ്ലർസ് തേർഡ് ലോയുടെയും പ്രൂഫും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പം ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് ഇത്രയും. ഇതെല്ലാം നോക്കുക. ഡെറിവേഷൻസ് എല്ലാം നിങ്ങൾ എല്ലാ ചാപ്റ്ററിനും ഡെറിവേഷൻസുകൾ എഴുതി വേണം നോക്കേണ്ടത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് എവിടെയെങ്കിലും വെച്ച് നിന്ന് പോകും. അതുകൊണ്ട് ഡെറിവേഷൻസ് എല്ലാം എഴുതി തന്നെ നോക്കണം, എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ പാർട്ട് 2 ആയിട്ട് പിന്നെ നമ്മൾ കാണുന്നതായിരിക്കും.